ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നല്ല എരിവും ഉപ്പും ഒക്കെയുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഇതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉള്ളത് കേട്ടോ. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 6 വലിയ ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞ് വയ്ക്കുക. പച്ചമുളകും കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ കറിവേപ്പില, ഇത് കുറച്ച് സാധനങ്ങൾ മതി ഇതിന്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. മെഴുക്ക് പുരട്ടിയില്ല, കുറച്ച് എണ്ണ വേണം ഇതിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഫ്ലെയിം കൂട്ടി വയ്ക്കണം കേട്ടോ, അപ്പോൾ വേഗം വഴണ്ട് കിട്ടും. അങ്ങനെ ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ട് വഴണ്ട് വന്നാൽ മതി. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് ചേർക്കുക കേട്ടോ. ഉപ്പ് മുളകൊക്കെ അവനവൻ്റെ പാകത്തിന് ചേർക്കുക. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇത് എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ മെഴുക്ക് പുരട്ടിക്ക് കുറച്ച് ഉപ്പും എരിവൊക്കെ വേണം, എന്നാലേ സ്വാദ് ഉണ്ടാവുക. അതാണ്, ഇതൊരു സ്പൈസിയാണ്. അപ്പോൾ എരിവും ഉപ്പൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ മുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, തീ കുറച്ചൊന്നും വെച്ചിട്ടില്ല. ക്യാരറ്റൊക്കെ വേഗം വെന്ത് കിട്ടണതല്ലേ. അങ്ങനെ എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ അധികം വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാനുണ്ട്. നമ്മൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പില്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉപ്പ് കുറവായിരുന്നു, അതിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മുഴുവനും വെന്തിട്ടില്ലല്ലോ, ഈ മെഴുക്ക് പുരട്ടി ഒന്ന് വേവണം, നല്ല സ്വാദ് ഉണ്ടാവുക. അങ്ങനെ കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കുക. ഒരു 3 മിനിറ്റ് 3-4 മിനിറ്റ് അത്രയും കൂടെ അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞും കൂടെ വരും. അടിഭാഗം അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.